ശ്രീരാമജന്മഭൂമിയിൽ ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ രാജ്യം മുഴുവൻ ഉത്സവ ലഹരിയിലാണ്. കുഞ്ഞുപാദങ്ങൾ പിച്ചവെച്ച് രാംലല്ല പിറന്ന മണ്ണിലേക്ക് നടന്നെത്തുന്നത് ലോകം മുഴുവനും ഉറ്റുനോക്കുകയാണ്. അയോധ്യയിലെ ഇതേ തെരുവുകൾ ശ്രീരാമന് വേണ്ടി പോരാടാനിറങ്ങിയ ഒരു ജനതയുടെ ചോരയും കണ്ണീരും ചിതറിത്തെറിച്ച് ഭാരതത്തിന്റെ മുഴുവൻ വേദനയായി മാറിയിരുന്നു ഒരു കാലത്ത്. 1990 ഒക്ടോബർ 30 അയോധ്യയുടെ ചരിത്രത്താളുകൾക്ക് മറക്കാനാവാത്ത ദിനം. ജന്മഭൂമിയിൽ പരിക്രമണം ചെയ്യാനെത്തിയ കർസേവകരെ യാതൊരു പ്രകോപനവുമില്ലാതെ മുലായം സിംഗിന്റെ പോലീസ് അതിക്രൂരമായി വെടിവെച്ച് കൊലപ്പെടുത്തിയ ദിവസം. 50-ലധികം കർസേവകരാണ് അന്ന് ജീവത്യാഗം ചെയ്തത്. അയോധ്യയിൽ ഒരു പരുന്തുപോലും പറക്കില്ല എന്ന മുലായം സിംഗ് പ്രഖ്യാപിച്ചതിനെ വെല്ലുവിളിച്ച് 200 കിലോമീറ്റർ അപ്പുറത്ത് വാഹനങ്ങൾ തടഞ്ഞതും അതിജീവിച്ച് അത്രയും ദൂരം കാൽനടയായി നടന്ന് കർസേവകർ അന്ന് അയോധ്യയിലെത്തി. ആദ്യ ദിവസം തർക്കമന്ദിരത്തിൽ കയറി കാവിക്കൊടി നാട്ടി. അടുത്ത ദിവസം ജന്മസ്ഥാനത്തിന് ചുറ്റുമിരുന്ന് നാമം ജപിച്ചു. ജന്മഭൂമിയിൽ ശ്രീരാമനാമം ജപിച്ചുകൊണ്ടിരുന്ന നിരായുധരായ മനുഷ്യർക്ക് നേരെ ഒരു മുന്നറിയിപ്പുമില്ലാതെ പോലീസ് നിരവധി തവണ വെടിയുതിർത്തു. 16 വയസ്സുള്ള കുട്ടികൾ മുതൽ വൃദ്ധരെ വരെ അന്ന് മുലായത്തിന്റെ പോലീസ് കൊലപ്പെടുത്തി. അന്ന് കർസേവകരെ നയിച്ചവരിൽ പ്രധാനിയായിരുന്നു രമേശ് പാണ്ഡെ. ഒരു ഇഷ്ടിക ചൂളയിലെ മേൽനോട്ടക്കാരനായിരുന്നു അദ്ദേഹം. ഭാര്യയും 4 കുട്ടികളും അടങ്ങുന്ന കുടുംബത്തിന്റെ അത്താണി. ശ്രീരാമന് വേണ്ടിയാണ് ഞാൻ പോകുന്നത്, അത് കഴിഞ്ഞാൽ തിരിച്ചു വരും. അദ്ദേഹം തൻ്റെ പത്നിയായ ഗായത്രിക്ക് വാക്ക് കൊടുത്തു. പക്ഷേ ഒരിക്കലും തിരിച്ചു വരാൻ അദ്ദേഹം ഉണ്ടായില്ല. 3 ദിവസത്തിന് ശേഷം വീട്ടിലെത്തിച്ച ജീവനറ്റ ശരീരം കണ്ട് ആ കുടുംബം വിറങ്ങലിച്ചു നിന്നു. പ്രാരാബ്ധവും ബുദ്ധിമുട്ടുകളും ഗായത്രിയെ തളർത്തിയില്ല. ഭർത്താവിൻ്റെ ഓർമ്മയിൽ കഠിനമായി അധ്വാനിച്ച് 4 മക്കളെയും അവർ നല്ല നിലയിൽ വളർത്തി. രാംലല്ല അയോധ്യയിൽ തിരികെ എത്തുമ്പോൾ ഗായത്രി ആഹ്ലാദവതിയാണ്. തൻ്റെ ഭർത്താവിൻ്റെ ജീവത്യാഗം വെറുതെ ആയില്ല. അയോധ്യയിലെ സമരചരിത്രത്തിലെ ഒരിക്കലും മറക്കാനാവാത്ത മറ്റൊരു പേരാണ് രാജേന്ദ്ര പ്രസാദ് ധാർക്കർ. നെഞ്ചിൽ വെടിയുണ്ടയേറ്റ് പ്രാണൻ പിടയുമ്പോൾ വെറും 16 വയസ്സ് മാത്രമായിരുന്നു രാജേന്ദ്ര പ്രസാദിന്റെ പ്രായം. അച്ഛനോടും അമ്മാവനോടുമൊപ്പമായിരുന്നു അവൻ അയോധ്യയിലെത്തിയത്. അവിടെ ഇരുന്ന് നാമം ജപിച്ചിരുന്ന അവർക്ക് നേരെ ആദ്യം പോലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചു. എന്താണ് നടക്കുന്നതെന്നറിയാതെ കണ്ണു കാണാതെ പകച്ചു നിന്ന് അവന്റെ ജീവനെടുത്ത് ഒരു വെടിയുണ്ട ശരീരത്തിലേക്ക് പാഞ്ഞു കയറി. കുഞ്ഞനുജൻ രവീന്ദ്രപ്രസാദ് ധാർക്കറിന് അന്ന് 8 വയസ്സ് മാത്രമായിരുന്നു പ്രായം. നീ കൊച്ചുകുട്ടിയാണെന്നും അമ്മയോടൊപ്പം നിൽക്കണമെന്നും ഞാനും അച്ഛനും അമ്മാവനും പോയി തിരികെ വരാമെന്നും പറഞ്ഞ് ചേട്ടൻ യാത്രയാകുന്നത് അദ്ദേഹത്തിന് ഇന്നും ഓർമ്മയിലുണ്ട്. അച്ഛനും അമ്മാവനും തിരികെ എത്തിയപ്പോൾ ചേട്ടൻ കൂടെയില്ല. ഇന്ന് രാമക്ഷേത്രം പൂർണ്ണമാകുമ്പോൾ തൻ്റെ സഹോദരൻ്റെ ജീവത്യാഗം സഫലമായി എന്ന് രവീന്ദ്രപ്രസാദ് ഓർക്കുന്നു. 500 കൊല്ലമായി അനേകായിരങ്ങളാണ് ഈ ധർമ്മസമരത്തിനായി ജീവൻ വെടിഞ്ഞത്. സിഖ് വീരന്മാരായ നിഹംഗുകളും നാഗാസന്യാസിമാരും ഇതിനായി ഈ മണ്ണിൽ ജീവൻ വെടിഞ്ഞിട്ടുണ്ട്. ബാബറിൻ്റെയും ഔറംഗസേബിൻ്റെയും മുതൽ മുലായം സിംഗ് വരെയുള്ള ആക്രമണകാരികളുടെ ആയുധങ്ങൾക്ക് മുന്നിൽ 10,000-ങ്ങൾ രാംലല്ലയ്ക്ക് വേണ്ടി ജീവത്യാഗം ചെയ്തു. ഇന്ന് അവരുടെയെല്ലാം ജീവത്യാഗത്തിന് ഫലം ലഭിച്ചിരിക്കുന്നു. ധർമ്മസമരത്തിൻ്റെ 500 വർഷത്തിൻ്റെ കാത്തിരിപ്പിന് വിരാമമാകുന്നു. ശ്രീരാമന് വേണ്ടി വീരത്യാഗികളായ ഓരോരുത്തരെയും നമിച്ചുകൊണ്ട് അയോധ്യ ഇന്ന് ആ ശുഭദിനത്തിനായി കാത്തിരിക്കുന്നു.